ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ഇട്ടിട്ട് പോവാം. വാവ്, വാട്ട് എ പ്ലേസ്. നല്ല ഡെക്കറേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല നല്ല കൂൾ ഗ്ലാസ് ഇങ്ങനെ ചെയ്ത് വന്നു. ഒരു ഹാൻസമായ ഒരു ബോയ്. ബില്ല് മാരി മി ബേബി. ഓക്കെ എന്ന് ഹീറോ ഓക്കെ പറഞ്ഞു. അങ്ങനെ രണ്ടാമത് കിസ്സടിക്കായിരുന്നു. അപ്പോൾ എനിക്കാണ് തണ്ണി വീണു മേളും. അയ്യോ അയ്യോ അയ്യോ, എന്തടി നടക്കുന്നത്? ഒന്നില്ലടി. അതെ, റോസായിരുന്നു, തണ്ണി ഒഴിച്ചായിരുന്നു. എന്തടി ഉറക്കത്തിൽ ആക്കുന്നത്? ഇല്ലടി, എൻ്റെ ഡ്രീം ബോയ് വന്നതാ. നിൻ്റെ ഡ്രീം ബോയ് എന്തടി മച്ചി? റോസ് പറയാം, ഇവൾക്കൊരു ഡ്രീം ബോയ് പറയും. എത്തിച്ചോ. എന്തടി ഡ്രീം ബോയാ? നിനക്കൊരു അറിയോ? അത് നീ അച്ഛനോട് നീ ഇപ്പോൾ ഹോസ്റ്റലിൽ ഇപ്പോൾ വന്നതല്ലേ? അതെ, കീതി അറിയാം. എന്ത് റോസ് നീ പറഞ്ഞേ? അതടി മച്ചി, ഇവളൊന്നും പറയില്ല. നിനക്ക് നല്ല ഓർക്കായിരുന്നല്ലേ? നീ 2 ദിവസം അമ്മേൻ്റെ വീട്ടിൽ പോയി താമസിച്ചായിരുന്നു അല്ലേ? അതെ മച്ചി, ഇവൾക്കൊരു ഡ്രീം വരാം. എന്ത് ഡ്രീം അറിയോ? ഒരു ഹാൻസമായ ഒരു ബോയ്, അത് കാണാൻ നല്ല സുന്ദരനാണ്. അതുമാത്രമല്ല, ജേഹൂപ്പിൻ്റെ ഡ്രീം കാണാൻ ഇവള്. എന്ത്? അമ്മ ബോസ്, ആ കമ്പനിയുള്ള ഹാൻസമുള്ള ബോയ്? അതെ മച്ചി, അതല്ലേ മ്യൂസിക് ഡാൻസ് മാസ്റ്റർ. അതെടി, അവൻ്റെ ഡാൻസ് പ്ലേസിൽ. അതെ, കീർത്തി പറയാം, എടി മച്ചി, ഞാനാ ഡാൻസ്, അവിടുത്തെ ഡാൻസൊക്കെ ഞാൻ കൂടിനി. ഇത് കേൾക്കുമ്പോൾ പൂജക്ക് കണ്ണ് റോസൊക്കെ കണ്ണ് വൈഡായി. എന്തടി കൂടിനാ? അങ്ങനെ തിരിഞ്ഞിട്ട് ഇങ്ങനെ തിരിഞ്ഞിട്ട് പ്രിയാണെ നോക്കി. പ്രിയ ജുള്ളു കിട്ടി നോക്കാം. എന്തടി സത്യമാണ് മച്ചി? സത്യമാണ്. ഡാൻസ് മച്ചി, നമ്മ പോവാം വാ. ഇവൾക്ക് എന്ത് പറ്റിയടി? റോസ് പറയാം, അത് നിനക്ക് മനസ്സിലാവും. അങ്ങനെ പ്രിയ തുള്ളിയിട്ട് എൻജോയ് ചെയ്തിട്ട് പോയി. ആ പ്ലേസിൽ പോയിട്ട് നോക്കുമ്പോൾ ജേഹൂപ്പ് ഡാൻസ് കളിക്കുമായിരുന്നു. ജേഹൂപ്പൻ സൈറ്റ് അടി, നിറയെ ഗേൾസ് സുത്തും. ഇന്ന് ജേഹൂപ്പിന് സൈറ്റ് അടിക്കാൻ വെച്ച് കണ്ണടക്കാതെ സൈറ്റ് അടിച്ചുകൊണ്ട് നിൽക്കുക. പ്രിയ ജൊള്ളു വിട്ട, അയ്യോ ഈ റോസ് തല കൈ മച്ചി, ഞാൻ കീർത്തി നിന്നോട് വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തടി മച്ചി? ഫ്രണ്ട്, ഇവളെ നമ്പാൻ പാടില്ല. എത്ര ഞാൻ എന്നോട് പറയാം. അതടി മച്ചി, ഇവളൊന്നും ഇങ്ങനെ എടി എനിക്ക് ഇഷ്ടപ്പെടും. ഞാൻ പോയിട്ട് പ്രൊപ്പോസ് ചെയ്യാൻ പോവാ. ഇത് 2 വർഷമൊക്കെ മിണ്ടാതിരി. അവന് സൈറ്റ് അടിച്ചിട്ടിരുന്ന നമ്മളെ ജോളി പൂടി. കീർത്തി പറയാം, മച്ചി വന്ന് ഞാൻ വിളിച്ചോണ്ട് പോകുന്നതാ. എൻ്റെ ഞാനൊരു ഡാൻസ് കഷ്ടപ്പെട്ട് എൻ്റെ ഫ്യൂച്ചർ ഹസ്ബൻഡിക്ക് വേണ്ടി ഡാൻസ് പ്രാക്ടീസ് ചെയ്യാം. ഇന്നിങ്ങനെ ചെയ്താൽ എൻ്റെ കപ്പിൾ ഡാൻസ് എന്നടി പോടിയിരിക്കാം. അങ്ങനെ കീർത്തി സാഡായിരുന്നു ഇരിക്കുമായിരുന്നു. കീർത്തി നോക്കി. ഇവളെന്നെ റോസ് നോക്കി. കീർത്തി അതെ, അവിടെ ജിമിൻ വന്നായിരുന്നു. എടി മച്ചി, ഇവനിക്ക് വേണ്ടിയാണ് ഞാൻ കഷ്ടപ്പെട്ട് ഡാൻസ് ഇവിടേക്ക് വന്നത്, ഇവനിക്ക് വേണ്ടിയാണ് അങ്ങനെ പറയായിരുന്നു. കീർത്തി ജിമിൻ നോക്കി. ഹായ് കീർത്തി. ഹായ് ജിമിൻ സാർ. ഓക്കെ, ഡാൻസ് പാർട്ടീസ് പഠിച്ചെന്ന് സാർ. ജഹു പറഞ്ഞു, എന്താടാ മച്ചാ? ഇല്ലടാ, നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താടാ? അതല്ലടാ, ഇവൾക്ക് എനിക്ക് എൻഗേജ്മെൻ്റ് എനിക്കും അറിയില്ലേ? അറിയടാ മച്ചാ. ഇപ്പം എന്ത് പ്രശ്നം? നീ എപ്പോഴാണ് എൻ്റെ അമ്മയെ കോൾ ചെയ്ത് പറയടാ. നീ എപ്പോഴാണ് മാരേജ് കഴിക്കുമ്പോൾ? എനിക്കും എൻഗേജ്മെൻ്റ്, നിനക്ക് എപ്പോഴാണ് മാരേജ്? എനിക്ക് കറക്റ്റുള്ള പേര് കിട്ടിയിട്ട് ജേഹൂബ് ഇങ്ങനെ പറഞ്ഞ യഥാർത്ഥത്തിന്. ജേഹൂബ് ക്യൂട്ടായിട്ടുണ്ടല്ലോ. ജേഹൂബ് കണ്ണെടുക്കാതെ സെറ്റ് അടിക്കാൻ തുടങ്ങി. ജിമ്മി, എന്താടാ മച്ചാ നീ ഇവൻ എവിടുക്കാൻ നോക്കുക? ജേഹൂപ്പ് തിരിഞ്ഞു നോക്കി. ജേഹൂപ്പ് എവിടെ നോക്കുക? അവിടെ ഒരു ക്യൂട്ടായിട്ടുള്ള ഗേൾ. അതിന് ജേഹു സൈറ്റ് അടിക്കാം. സൈറ്റ് അടിക്കാം. അതെ, അവിടെ ഈ ഫോട്ടോത്തിൽ കാണുന്നതൊക്കെ ഡ്രസ്സാണ് ഉള്ളത്, ഹീറോ ഇട്ടത്. നോക്കി. എടാ മച്ചാ, എന്ത് പറ്റിയിടാ? ശരി, ഓക്കെ. കുട്ടി, എന്താ? ആരെ വിളിക്കാം? കീർത്തി. എന്ത് പറ്റി? അതെ, നിൻ്റെ അടുത്തുള്ള കുട്ടീനെ എനിക്ക് വിളിക്കാൻ പറ്റുമോ? ശരി എടീ. ഹലോ, എന്ത് പറ്റി മച്ചി? പ്രിയ നിന്നെ വിളിക്കുക ജിമ്മിന്. നിൻ്റെ ആളെ എന്നെ വിളിക്കാം. ഒന്ന് നോക്ക്. ഹായ് സർ, എന്താ? നീ ഡാൻസ് പഠിക്കാൻ വന്ന? ഇല്ല സർ, ഡാൻസ് പഠിക്കാൻ വേണ്ടി വന്നതല്ല സർ. എൻ്റെ ഫ്രണ്ട് ഒന്ന് ചുമ്മാ ഇവിടെ കാണാൻ വേണ്ടി വന്നതാ സർ. എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല ഡാൻസിൽ. അങ്ങനെയാണോ? ജിമ്മിൻ ജേഹൂബ് തിരിഞ്ഞു നോക്കി. അതെ, ജേഹൂബ് സൈറ്റ് അടിച്ച് വരാറില്ല. ഹീറോയിനാണ് സൈറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നത്. കണ്ണെടുക്കാതെ സൈറ്റ് അടിക്കുക. അതെ, ഈ പിക്ചറിൽ കണ്ടത് അതേമാതിരി സ്മൈൽ ചെയ്ത് ജേഹൂബ് അവിടെ നിന്ന് സ്റ്റങ്ങായി നോക്കുമായിരുന്നു.
മച്ചി എന്ത് പറ്റി? റോസ് പറയാ, ഓഹോ കഥ ഇങ്ങനെ പോകുന്നു. ഹലോ സ്കിമി സർ. ആ ജേഹൂപ്പ് ഓക്കെ. ആ എന്താ സാർ, ഞാൻ ഡാൻസ് കൂടാൻ പോകും. ജേഹൂപ്പ് നോക്ക, അത് ആ സാർ ഇവൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല സാർ. അങ്ങനെ സ്മൈൽ ചെയ്ത് സംസാരിച്ചായിരുന്നു. ജേഹൂപ്പ് ഷാക്കായി. ഇവൾക്ക് എന്താണ് എടുക്കുന്നത്? ആ ജേഹൂപ്പ്, അതെ ജേഹൂപ്പ് ഇങ്ങനെ ഇങ്ങനെ നോക്കാഫായിട്ട് അടിക്കാൻ തുടങ്ങി. ജേഹൂപ്പ് പറഞ്ഞു, മച്ചാ ജിമീൻ എനിക്കുള്ള ഡീറ്റെയിൽസ് മൊത്തം വേണം. നിൻ്റെ ഗേൾഫ്രണ്ടോട് നിൻ്റെ ഫിയാൻസിനോട് ചോദിച്ച് നോക്കടാ. ജേഹൂപ്പ് പറഞ്ഞായിരുന്നു. അങ്ങനെ ജേഹൂപ്പ് പറഞ്ഞത് കൊണ്ട് ജിമ്മിൻ അവളോട് കേട്ടു. മച്ചാ അങ്ങനെ ജിമ്മിൻ ഇങ്ങനെ ചെക്ക് ചെയ്തു. ജേഹൂപ്പ് ഇപ്പം നമ്മൾ ജേഹൂപ്പിൻ്റെ കുറച്ച് ദിവസം കഴിഞ്ഞ് ജേഹൂപ്പിനോട് ജിമ്മിൻ കുടുകുടു ഓടി വന്നു. ജിമ്മിൻ പറഞ്ഞു, മച്ചാ എന്താടാ നിൻ്റെ ആൾക്ക് ഓൾറെഡി എൻഗേജ്മെൻറ്റ്? എന്താടാ? ഇല്ലടാ, രാഹുൽ പറഞ്ഞ ചെക്കനുണ്ടാ, അത് നിൻ്റെ ആൾ പുറകിൽ നടക്കാണ്. അവൻ മാരേജ് പ്രപ്പോസ് ചെയ്യുന്നതിന് മുമ്പ് നീ പോയി പ്രപ്പോസ് ചെയ്യുന്നത് നല്ലതാ. അവന് ഇനി കുറച്ച് ദിവസം ഉണ്ട് അവന് ഇവിടേക്ക് വരാൻ. ലണ്ടനിലുള്ളത് അങ്ങനെ ലണ്ടനിൽ അവൻ വന്ന പിന്നെ എൻഗേജ്മെൻറ്റ് ചെയ്യും. എന്നെ 2 ദിവസം ഉണ്ട് മച്ചാ, നീ പോയിട്ട് എൻഗേജ്മെൻറ്റ്. എന്ത് 2 ദിവസം? അതേടാ മച്ചാ. ജേഹൂപ്പ്, ഹലോ ഡാഡ്. എന്താ ജേഹൂപ്പ്? ഡാഡ് എനിക്കൊരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? പറടാ ജേഹൂപ്പ്, എന്താ ചെയ്യണോ? അതെ, ജേഹൂപ്പിൻ ഡാഡ് ഒരു ബിസിനസ് മാൻ. ഡാഡ് നീ മാരേജ് കഴിക്കാൻ എന്നോട് പറവട്ടം പറഞ്ഞിട്ടുള്ളേ. പറടാ ഇപ്പം എന്താ? ഞാൻ മാരേജ് കഴിക്കാം. ഡാഡിക്ക് സന്തോഷമായി. എന്താടാ സത്യമാണോടാ? അതെ അമ്മ ചോദിച്ചു. അതെ, ഞാനൊരു ഫ്രണ്ട് ഫോട്ടോ ഡീറ്റെയിൽസ് അയക്കാം. എനിക്ക് ഇവിടെ തന്നെ വേണം. ജേഹൂപ്പ് അമ്മക്ക് ഫോട്ടോ അയച്ചു. ജേഹൂപ്പിൻ്റെ അച്ഛൻ അമ്മ ഫോട്ടോ എടുത്ത് നോക്കി. വാവ്, കുട്ടി നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ. ഓക്കെ, ജേഹൂപ്പ് അച്ഛൻ ഇവളുടെ ഡീറ്റെയിൽസ് മൊത്തം നല്ല കുട്ടിയാണ്. ഓക്കെ, അങ്ങനെ ജേഹൂപ്പിൻ്റെ അച്ഛൻ അമ്മയും അവിടെ അങ്ങനെ ആ വീട്ടിലേക്ക് വന്നു. അതെ, ഹീറോയിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് വില്ലടിച്ച് ജേഹൂപ്പിന് ഹീറോയിൻ്റെ ഡാഡി ഡോർ തുറന്ന് നോക്കുമ്പോൾ ഷോക്കായി പോയി. സാർ നിങ്ങൾ അകത്ത് വാ സാർ.